സുരേഷ് സംവിധാനത്തിൽ ഇന്ദ്രജിത്ത്, രഞ്ജി പണിക്കർ, അജു വർഗീസ്, നിഷാന്ത് സാഗർ, ദിവ്യ പിള്ളെ, സാഗർ സൂര്യ എന്നിവർ അഭിനയിച്ച ധീരം എന്നുള്ള സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. അത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നല്ല കാലിക പ്രസക്തിയുള്ളൊരു കഥ, ഒരു ഒരു കാര്യമാണ്. കാലിക പ്രസക്തി ജനങ്ങളിലേക്ക് എത്തേണ്ട ഒരു സിനിമ, എല്ലാ ജനങ്ങളിലേക്ക് എത്തേണ്ട, ഹിറ്റാവേണ്ട ഒരു സിനിമയാണ്. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. എൻ്റെ വിഷനിൽ നോക്കുമ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത്, കണ്ട സമയത്ത് നമുക്ക് ഒന്നാമത് എത്താതിരിക്കാനുള്ള കാരണം ഒന്ന് എ സർട്ടിഫിക്കറ്റ്. കാരണം ഇത് ഫൈറ്റിൻ്റെ ഇടയിലുള്ള അടിയും കുത്തും ഒന്നുമല്ല. നമുക്കിങ്ങനെ ഇൻ്റർവ്യൂവിന് ശേഷം ബ്രൂട്ടലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എ സർട്ടിഫിക്കറ്റ് ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് എ സർട്ടിഫിക്കറ്റ് ഒന്നാമത് ജനങ്ങളിലേക്ക് എത്തുമെന്ന് ഡൗട്ടാണ്. പിന്നെ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ നോക്കുന്നില്ല, എല്ലാവരും പോകുന്നുണ്ടെങ്കിലും പോയാലും നമ്മൾ ആ പടം കണ്ടിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് പടം തുടങ്ങിയതും ഭയങ്കരമായിട്ട് സ്പീഡായിട്ട് സംഭവിക്കുന്നുണ്ട്. സ്പീഡ് എവിടേക്കോ എന്തോ ഓടുകയാണ് സ്പീഡ്. പിന്നെ മ്യൂസിക് ഇട്ട് ചെവിക്കല്ല് തെറിക്കുന്ന ഓരോ മ്യൂസിക്, ഇതൊക്കെ ഒരു ത്രില്ലർ പടത്തിന് ആവശ്യമാണെങ്കിലും പിന്നെ നായകൻ ഇന്ദ്രജിത്തിൻ്റെ നമ്മുടെ സാമലക്സ് അവനെക്കാട്ടിയും ബുദ്ധിയാണ്. അതായത് ജീത്തു ജോസഫിൻ്റെ പൃഥ്വിരാജ് അഭിനയിച്ച മെമ്മറീസ് എന്ന കഥാപാത്രമാണ് സാമലക്സ്. അതിനെക്കാട്ടിയും ബുദ്ധിയിലാണ് ഇന്ദ്രജിത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാനും, കാരണം ഒരു എന്താ പറയുക, ഇപ്പോൾ ഇതിലൊരു ചെറിയൊരു സീനുണ്ട്. ഒരു ക്രൈം സീനിൽ സ്പോട്ടിൽ വരികയാണ്. ഫസ്റ്റ് തന്നെ കൊല നടക്കുകയാണ്. ആ കൊല നടന്നു, ആ ക്രൈം സീനിൽ ഫസ്റ്റ് വരികയാണ്. ഫസ്റ്റ് വരുമ്പോഴേക്കും ഇന്ദ്രജിത്ത് ഇങ്ങനെ നോക്കി ആ കാര്യങ്ങളെല്ലാം വേറെ ആളുകൾ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെ കഴുത്ത് അറുത്ത് കൊന്നു, എന്നിട്ട് കത്തിയെടുത്ത് കുത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴുത്തറുത്തിട്ട് കൊന്നിട്ട് കത്തിയെടുത്ത് കുത്തിയതാണ്, കത്തി കൊണ്ട് ആദ്യം നെഞ്ചത്ത് കുത്തിയിട്ട് കഴുത്തറുത്ത് കൊന്നാണെന്ന് പോലും പറയുന്നില്ല അതിൽ. അപ്പോൾ തന്നെ പറയുന്നുണ്ട്. അതാണ് സ്പീഡ് എന്ന് ഞാൻ പറഞ്ഞത്. കഴുത്തറുത്ത് കൊന്ന ശേഷം കത്തിയെടുത്ത് കുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് സ്പോട്ടിൽ വന്നാൽ എങ്ങനെ അവർക്ക് മനസ്സിലായി? അത് നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള സ്പീഡുകളായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇന്ദ്രിയത്ത് വരുന്നുണ്ട്, ഇങ്ങനെ ക്രൈം സ്പോട്ടിൽ വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതും പിന്നെ കണ്ണടച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇന്ദ്രജിത്ത് മനസ്സിലൂടെ കൊണ്ടുപോവുകയാണ്. അതായത് അത് ഇന്ദ്രജിത്തിൻ്റെ ബ്രില്യൻസ് കാണിക്കാൻ സംവിധായകൻ ചെയ്തതാണ്. അപ്പോൾ അത്രയും പെട്ടെന്ന് ചെയ്യണം. ഫസ്റ്റ് തന്നെ ഇന്ദ്രജിത്ത് ഇത്രയും ബ്രില്യൻ്റ് ആണ് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്, പറഞ്ഞു തരികയാണ്. അപ്പോൾ അതിൻ്റെയൊന്നും അങ്ങനെയൊക്കെ കാണിച്ചിട്ട് സ്പീഡായി കൊണ്ടുപോയിട്ട് പിന്നെ ഇൻ്റർവ്യൂവിന് ശേഷം കുറച്ച് ലാഗ് അടുപ്പിച്ചു. പിന്നെ ലാസ്റ്റ് കൊണ്ട് ക്ലൈമാക്സ് എത്തുമ്പോൾ നല്ലൊരു തീമുകൾ, നല്ലൊരു കഥയെ എത്തിച്ചിട്ട് നല്ല കാലിക പ്രസക്തിയുള്ള ഒരു സംഭവത്തിനെ എടുത്തിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവിടം വരെ എത്തണ്ടേ ജനങ്ങൾക്ക്? അവിടെയാണ് മിസ്റ്റേക്ക്. അവിടെയാണ് ആളുകൾക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട്. ഒന്നാമത് ഇൻ്റർവ്യൂവിൽ വരെ കണ്ടിരുന്നു, എനിക്ക് ബോറടിച്ചില്ല. ഇൻ്റർവ്യൂവിൽ വരുന്നത് എനിക്ക് ബോറടിച്ചില്ല, കുഴപ്പമില്ലാതെ തോന്നി. പക്ഷേ ഇൻ്റർവ്യൂവിന് ശേഷം പടം തീരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന കഥ കൊണ്ടാണ് ഈ സീരിയൽ കില്ലിങ് നടക്കുന്നതെന്ന് തോന്നി. അപ്പോൾ അതല്ല, അതിൻ്റെ അപ്പുറത്ത് വേറൊരു കഥയുണ്ടെന്ന് നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതാണ് ഈ കാലിക പ്രസക്തിയുള്ളൊരു കഥയായിട്ട് നമുക്ക് തോന്നിയത്. അപ്പോൾ അത് നല്ലൊരു തീം, നല്ലൊരു സംഭവമാണെന്ന് മനസ്സിലായി. പക്ഷെ അവിടെ വരെ എത്തുമ്പോഴേക്കും നമ്മൾ ടയേർഡായി. ഈ മ്യൂസിക് അടിച്ചിട്ടും ചെവിക്കല്ല് തെറിച്ചിട്ടും പിന്നെ ഇത് അവിടെ ഇവിടെയും മുട്ടാത്ത പോലെ എത്തിക്കുന്നതും, പിന്നെ ഇവർ പെട്ടെന്ന് ഒരു നാടകം പോലെ എല്ലാ കാര്യം ഇവർക്ക് അറിയാവുന്ന രീതിയിൽ പടപെടാന്ന് പറഞ്ഞു തരികയാണ്. അതായത് ഒരാളെ കൊന്നു, അത് നോർമലായി, ശരി, അടുത്ത ആൾ മരിച്ചു, അപ്പോഴേക്കും ഇവർ മനസ്സിലായി ഇത് സീരിയൽ കില്ലറാണ്. കാരണം ഇപ്പോൾ ഒരു സീരിയൽ കില്ലർ ആവുമ്പോൾ നമ്മൾ ഒരുപാട് സീരിയൽ കില്ലിങ് കണ്ടിട്ടുണ്ട്. അയാളെ കൊന്ന് അവിടെ എന്തെങ്കിലും ഒരു സ്പോട്ട് എടുത്ത് വെച്ചിട്ട് രണ്ടാമത്തേതും അതേപോലെ തന്നെ വയ്ക്കുമ്പോൾ ഇതൊരു സീരിയൽ കില്ലിങ് ആണെന്ന് തോന്നും. പക്ഷേ ഇതിൽ ഫസ്റ്റ് ഒരാളിനെ കൊന്നു, അതിലൊരു സാധനം വയ്ക്കും, രണ്ടാമത് കൊല്ലുമ്പോൾ വേറൊരു സാധനമാണ് അവിടെ ഇവർക്ക് അറിയാൻ വേണ്ടി വയ്ക്കുന്നത്. അപ്പോഴേക്കും ഇത് സീരിയൽ കില്ലിങ് ആണെന്ന് ഇന്ദ്രജിത്തിന് തോന്നി. ഇന്ദ്രജിത്ത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യവും കൂടെ അപ്പോൾ ഇതൊക്കെ ഒരു ഇന്ദ്രജിത്തിൻ്റെ ബ്രില്യൻസ് കാണിക്കാൻ വേണ്ടി പറയുകയാണെങ്കിലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് നമ്മൾ കാണുമ്പോൾ നമുക്കറിയില്ല. അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പറ്റില്ല. അതൊക്കെ തരണം ചെയ്ത് എത്തുമ്പോൾ ആണ് ലാസ്റ്റ് ഈ സംഭവം വരുന്നത്. അപ്പോൾ ഈ പടം 2 മണിക്കൂർ 31 മിനിറ്റാണ്. ഇതിനൊരു 2 മണിക്കൂർ 10 മിനിറ്റോ 15 മിനിറ്റ് ആക്കിയിട്ട് ഈ ഫസ്റ്റ് കുറേ ഇങ്ങനെ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു 8-10 മിനിറ്റൊക്കെ ആ സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഈ ക്രൈമിൻ്റെ പിന്നാലെ തന്നെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ
പടം വേറെ ലെവലിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് എത്താൻ എളുപ്പമാകും. നമ്മളിവിടെ ഇരുന്ന് മുഷിഞ്ഞിട്ടാണ് ലാസ്റ്റ് കൊണ്ട് എത്തുന്നത്. ആ കഥയിൽ അതെന്താ വിഷയം അതാണെങ്ങനെ നമുക്ക് ബ്രൂട്ടലായിട്ട് കാണിക്കുന്നത്. നമുക്ക് ഞാൻ തലയിൽ കൈവച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ഇത്രയൊന്നും കാണിക്കണ്ടല്ലോ എന്ന് തോന്നി. പക്ഷെ അത്ര കാണിച്ചാലാണ് നമുക്ക് നമ്മുടെ നെഞ്ചത്ത് മനസ്സിൽ തട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അതില്ലെന്ന് പറയുന്നില്ല. പക്ഷേ എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിൽ തോന്നും. പക്ഷേ അത് കാണിക്കുകയും വേണം. പിന്നെ ഇത് അമ്മമാർക്കും വീട്ടിലെ പേരൻസിനും കൂടിയിട്ട് ഇത് ചിന്തിക്കാനുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മുടെ മക്കൾ നമ്മളോടൊരു വിഷമമോ സങ്കടങ്ങളോ എന്തെങ്കിലും പറയുമ്പോൾ അവിടെ പോയി ഇരിക്കടാ, നീ പഠിക്കടാ, അല്ലെങ്കിൽ നിനക്ക് ഭ്രാന്താണോ, അല്ലെങ്കിൽ നീ അവർ പറയുന്നത് അനുസരിക്കുക, അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടില്ല, നീയാണ് തെറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ ഇരുത്തുന്നൊരു പ്രവണത നമ്മുടെ ഒരുപാട് മാതാപിതാക്കൾക്ക് കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ കാണിക്കാൻ പറ്റിയ പടവും കൂടിയാണ്. അതായത് അങ്ങനെ എന്താണ് നമ്മുടെ മക്കൾ നമ്മളോടൊരു വിഷമം പറയുമ്പോൾ അത് നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മുടെ അവിടെയോ നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം, അവിടെ എന്തോ ഉണ്ട്, അപ്പോൾ നിനക്ക് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ നിനക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ട് നമ്മളതിനെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മളവിടെ സ്കൂളിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുക. അങ്ങനെ ആ ലെവലിലേക്ക് പോകുന്നില്ല ഒരുപാട് പേരൻസ് അങ്ങനെ പോകുന്നില്ല. അപ്പോൾ അത് അവർക്കും കൂടിയിട്ടുള്ളൊരു പടമായിട്ടൊക്കെ തോന്നി. പക്ഷേ ഇത് അവിടെയൊക്കെ എത്തുമോ, ആ കഥ അത്രയും ഇരുന്ന് മുഷിഞ്ഞിട്ട് നമ്മളിരുന്ന് കാണണ്ടേ. അപ്പോൾ അവിടെ എത്തുമോ എന്നറിയില്ല. പിന്നെ ചെറിയ കുട്ടികൾ എത്തുമില്ല, കാരണം ഇത് എ സർട്ടിഫിക്കറ്റുമാണ്. അപ്പോൾ അവിടെ എത്താനും ചാൻസ് കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പീഡായി കൊണ്ടുവന്നു ഭയങ്കര ബുദ്ധിയായിട്ടുള്ള ഇന്ദ്രജിത്തിനെ കാണിച്ചു. ഭയങ്കര ബുദ്ധി ഇന്ദ്രജിത്തിന്, എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ക്ലിക്കാവും, പെട്ടെന്ന് സീരിയൽ കില്ലിംഗ് ആണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ കഥ സ്പീഡായി കൊണ്ടുപോയി ഇൻ്റർവ്യൂവിൽ വരെ അങ്ങനെ എത്തിച്ചു. ഇൻ്റർവ്യൂവിന് ശേഷം വേറൊരു കഥയിലേക്ക് എത്തിച്ചു. പിന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലാവും ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവും. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു മെയിൻ കഥാപാത്രത്തിനെ ഫസ്റ്റ് ചെറിയ റോളിൽ കൊടുക്കുമ്പോൾ തന്നെ ഈ വ്യക്തിയാണോ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തോ ഈ കഥയായിട്ട് ബന്ധമുണ്ട്, അപ്പോൾ ഇതിലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുമല്ലോ. അതിനാണല്ലോ അവിടെ ഒരു മെയിൻ കഥാപാത്രത്തിന് നമ്മൾ കുറച്ച് മെയിൻ, അതായത് ഒരുപാട് മെയിൻ അല്ലെങ്കിൽ കുറച്ച് മെയിനായിട്ടുള്ള ഒരാളിനെ നമ്മളവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തി ഈ ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രത്തിന് വേണ്ടപ്പെട്ടൊരു വ്യക്തി ആകുന്ന സമയത്ത് അതിലെന്തോ അവരുടെ കുടുംബവുമായിട്ടൊരു കഥ അതിലുള്ള സമയത്ത് അതുകൊണ്ട് നമുക്ക് അത് ഊഹിക്കും നമ്മൾ എന്തോ ഒരു കഥയുണ്ടെന്ന്. പക്ഷേ ആ കഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരില്ല കേട്ടോ. അത് ബ്രില്യൻസ് തന്നെയാണ്. പക്ഷേ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കഥ ക്ലൈമാക്സിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇത്രയും വലിയ ട്വിസ്റ്റാണെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല നമ്മൾ ആ സിനിമ കാണുമ്പോൾ. പക്ഷേ ബ്രൂട്ടാലിറ്റിയൊക്കെ ഭയങ്കര ബ്രൂട്ടാലിറ്റിയായി കൂടുതലായോ എന്നൊരു ഡൗട്ട്. പക്ഷേ ബ്രൂട്ടാലിറ്റി ആ സിനിമയ്ക്ക് വേണം, എന്നാലും നമ്മുടെ ഇതിലെത്തുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. പക്ഷേ ഇങ്ങനൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ കഴിച്ചാൽ പടത്തിൻ്റെ ലെങ്ത് കുറച്ചിരുന്നെങ്കിൽ പടം നല്ലൊരു മൂവിയായിട്ട് നല്ലൊരു ത്രില്ലറായിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് എല്ലാം തികഞ്ഞിട്ട് നമുക്കിപ്പോൾ സിനിമ എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ കാണുമ്പോൾ നമ്മളിതിനൊക്കെ അഭിപ്രായം പറയും, സിനിമ എടുക്കുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടറിയുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എന്നാന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് അതിലെ സിനിമകളുടെ അഭിപ്രായങ്ങൾ അടുത്ത സിനിമയ്ക്ക് നമുക്ക് നല്ല രീതിക്ക് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ കമൻറ്റ് ബോക്സ് കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്നവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ജനങ്ങളിലേക്ക് എത്തേണ്ട സിനിമയാണ്, പ്രത്യേകിച്ച് കുട്ടികളിലേക്കും എത്തേണ്ട സിനിമയാണ്, പേരൻസിലേക്കും എത്തേണ്ട സിനിമയാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഹൈപ്പ് ചെയ്യൂ. ഓക്കെ, ബൈ.